പിണറായി സർക്കാരിന്റെ കാലത്ത് ഓരോ ചുവടിലും UDFന്റെ വിമർശന ശരങ്ങൾ കാണാമായിരുന്നു. നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഉപയോഗിച്ച ഹെലികോപ്റ്റർ പോലീസ് സേനയ്ക്ക് വേണ്ടി വാടകയ്ക്കെടുക്കുമ്പോൾ അന്ന് അത് ധൂർത്തായിരുന്നു. കരാർ നീട്ടണമെന്ന് DGP റിപ്പോർട്ട് നൽകിയതോടെ UDF ക്യാമ്പ് നിശബ്ദമായി. സെക്രട്ടേറിയറ്റിലെ ആളും ആരവവും ഒഴിഞ്ഞ കാലം ഇരുമ്പ് മറിയെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നുവെന്നും വിമർശിച്ചവരാണ് ഇന്ന് അധികാരത്തിലുള്ളത്. ഭരണത്തിലേറി മാസം 1 തികയുന്നതിന് മുൻപ് തിരക്ക് നിയന്ത്രിക്കാൻ നിലപാട് മാറ്റുകയാണ് UDF സർക്കാർ. സമരഗേറ്റ് തുറന്നപ്പോൾ ഇനി സ്വാതന്ത്ര്യം എന്ന് വിളിച്ചുകൂവിയ അണികളും ഒരു പൊടിക്ക് അടങ്ങണം, അതും പൂട്ടിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ഇന്ന് ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിലെ നിയന്ത്രണം തിരക്ക് കുറയ്ക്കാനുള്ള നടപടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാക്കുകളിലേക്ക് ആദ്യം. അതല്ല, ഒന്നാമത് ഇപ്പം ഈ ആളുകളെല്ലാം കൂടെ കയറി വലിയ ബഹളമാണ്. ഇതിന് ചില ക്രമീകരണങ്ങൾ വേണ്ടി വരും. കാരണം സാധാരണഗതി 3 മുതൽ 6 വരെ 5 വരെ ആണ് ആളുകളെ പണ്ട് കയറ്റിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ 24 മണിക്കൂറും ആളുകൾ തിങ്ങിക്കയറി അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മാധ്യമങ്ങളല്ല, മറ്റുള്ള ആളുകളാണ് വരുന്നത്. അതെന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കും. PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ പാർട്ടികളാണ്. എറിയാൻ അറബിക്കടൽ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല. PM ശ്രീയിലും UDFന് യൂട്ടേൺ ആണ്. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ ബന്ധമെന്ന് അന്നത്തെ ഇടതു സർക്കാരിനെ ആക്ഷേപിച്ചവരാണ്. പക്ഷേ ഇന്ന് ഗവർണറുടെ തീരുമാനങ്ങൾ സർവകലാശാലകളിൽ ഒരു എതിർപ്പുമില്ലാതെ നടപ്പാക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലടക്കം പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ തള്ളി മുന്നോട്ട് പോവുകയുമാണ് സർക്കാർ. B അശോകന് സംഘപരിവാർ ബന്ധമെന്ന് CPIM ആരോപിച്ചാൽ അങ്ങനെയാകുമോ എന്ന് ഇന്ന് ചോദിച്ചു മന്ത്രി റോജി M. ജോൺ. LDF സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ B അശോക്. അദ്ദേഹത്തെ ഈ ഗവൺമെൻറ് സർവീസിൽ തിരിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ പോസ്റ്റിംഗ് കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അവർ വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ നമുക്കിഷ്ടമില്ലാതായിരിക്കുക, അല്ലെങ്കിൽ അവർ വെച്ച ആളുകളെ നമ്മൾ തുറന്നുകൊണ്ടിരിക്കാനാണെങ്കിൽ പിന്നെ ഭരണം മാറേണ്ട കാര്യമില്ലല്ലോ. ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം എല്ലാ തലങ്ങളിലും കാണും. പിന്നെ അതിന് ആളുകൾ അത് RSS ആണ്, സംഘപരിവാറാണെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആവില്ലല്ലോ. ബിന്നിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ബിന്നിൽ, ഈ B അശോകന്റെ കാര്യത്തിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ്. ഇതൊക്കെ കുറച്ചുകൂടി മുന്നോട്ടുള്ള കാര്യങ്ങളും അദ്ദേഹമൊക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നന്നാകും. എന്തായാലും ഈ തരത്തിൽ നമ്മൾ ആകെ കാണുന്നത് ഒരു യൂട്ടേൺ ആണ്. പല വിഷയങ്ങളിൽ നേരത്തെ വലിയ സമരം നടത്തിയ ആളുകളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ ഒരുപാട് പറഞ്ഞ സ്ഥലമാണ്. ഈ സമരഗേറ്റൊക്കെ തുറന്നപ്പോൾ വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നു. ഇനി മുതൽ സെക്രട്ടേറിയറ്റിലേക്ക് യഥേഷ്ടം പോകാം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ അവിടെയും നിയന്ത്രണം കടുപ്പിക്കുകയാണ്. രുചീഷ്, UDF സർക്കാരിന് സർവത്ര യൂട്ടേൺ ആണെന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ നിയമസഭയിൽ ബജറ്റുമായി ധവളപത്രവുമായി ബന്ധപ്പെട്ട അന്നത്തെ കാര്യം നമുക്കറിയാം. അവിടെ ഈ ഇന്ധന സെസ് കുറയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ടതാണ്. അന്നത്തെ പിണറായി വിജയൻ സർക്കാരിനോടാണ് അത് ആവശ്യപ്പെടുന്നത്. പക്ഷേ നിയമസഭയിൽ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായ VD സതീശൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. അത് കുറയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അവിടെ ഈ യൂട്ടേൺ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഒരു നിശബ്ദമായിരിക്കുന്ന ഒരു സർക്കാരിനെയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും ആദ്യം ഇപ്പോൾ രുചീഷ് പറഞ്ഞ കാര്യത്തിന് എടുക്കാം. ഈ സെക്രട്ടേറിയറ്റ് അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, 2 പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ഒരു ഇരുമ്പ് മറയാണ്. സാധാരണക്കാർക്ക് അവിടേക്ക് പ്രവേശനമില്ല, മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ വലിയ വാക്പോരുകൾ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച ആളുകളാണ് ഇന്ന് ഭരണപക്ഷത്തുള്ളത്. പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെ കൂട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, പിണറായി വിജയന്റെ കാലത്ത് അങ്ങനെ അവിടേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. അതാ ഇപ്പോൾ നോക്കൂ, ഇവിടേക്ക് ആർക്കും സ്വാതന്ത്ര്യത്തോടെ കടന്നു വരാൻ കഴിയും എന്ന ചിത്രമാണ് ഈ UDF ഹാൻഡിലുകളൊക്കെ കൃത്യമായി തന്നെ പ്രചരിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് സമരഗേറ്റ് 10 വർഷത്തിന് ശേഷം തുറന്നു എന്നൊരു വാർത്ത വരുന്നത്. പക്ഷേ ആ വാർത്ത തന്നെ തെറ്റാണ്. 3 വർഷം മുമ്പ് കോവിഡ് കാലത്ത് ആ സമയത്തൊക്കെ അത് തുറക്കുകയും ചെയ്തതാണ്. അതിന് ദൃശ്യങ്ങൾ സഹിതം വാർത്തകൾ തന്നെ പുറത്തേക്ക് വന്നതുമാണ്. പിന്നീടാണ് ഈ 10 വർഷത്തിന് ശേഷം തുറക്കുന്നു എന്ന ഒരു പ്രചാരണം വരികയും സമരഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അതുവഴി മുഖ്യമന്ത്രി ഉച്ചഭക്ഷണത്തിനായി പുറത്തേക്ക് പോകുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടതാണ്. പക്ഷേ വീണ്ടും അതായത് ആളുകൾ അവിടേക്ക് ഒരു നിയന്ത്രണം സെക്രട്ടേറിയറ്റിൽ ആവശ്യമാണ്. ആർക്കും എപ്പോഴും കയറി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുകൂടിയാണ്. അവിടെ കൃത്യമായ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ആളുകൾ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് കൃത്യമായി തന്നെ അറിയണം, അത് രജിസ്റ്റർ രേഖപ്പെടുത്തണം. അതുകൊണ്ട് തന്നെയാണ് ഒരു നിയന്ത്രണം നേരത്തെ ഉണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും അത്തരം നിയന്ത്രണങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. വീണ്ടും ആ ഇരുമ്പ് മറ ഞങ്ങൾ ഇതാ സ്ഥാപിക്കുന്നു എന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സൂചനയാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. മറ്റൊന്ന് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അന്നത് മുഖ്യമന്ത്രിക്ക് പറക്കാൻ ഇതാ ഹെലികോപ്റ്റർ വരുന്നു എന്ന പ്രചാരണമാണ് പ്രതിപക്ഷം നടത്തിയത്. വലിയ സാമ്പത്തിക ദൂർത്ത് അതുവഴി ഉണ്ട് എന്ന് ആരോപിച്ചു.
എന്തായാലും അതിപ്പോൾ നീട്ടണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം ശുപാർശയാണ് DGP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊന്ന് PMC ആണ്. PMC അറബിക്കടലിൽ എറിയുമെന്നാണ് പ്രതിപക്ഷം അന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രതിപക്ഷം ഭരണപക്ഷത്തിലേറി അവിടെ ഒരു മൗനം പാലിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗവർണറും കഴിഞ്ഞ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് നമ്മൾ കണ്ടതാണ്. SFI സജീവമായി സമരത്തിലേക്ക് വരികയും തുടർച്ചയായ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും അക്കാര്യത്തിലും ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയടക്കം അവിടെ യൂണിവേഴ്സിറ്റിയിലേക്ക് സിൻഡിക്കേറ്റിലേക്ക് ആളുകൾ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധമുള്ള ആളുകൾ യഥേഷ്ടം കടന്നുകൂടുന്നു. അങ്ങനെ ഈ പറഞ്ഞ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ ഉള്ള ഭരണപക്ഷം ആരോപിച്ച എല്ലാ കാര്യങ്ങളിലും അതിലൊക്കെ യൂട്ടേൺ അടിച്ച് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രുചീഷ്. ശരി ബിനിൽ, എന്തായാലും അത് തന്നെയാണ് യൂട്ടേൺ. തുടർച്ചയായി വിവിധ വിഷയങ്ങളിലാണ് ഇത്തരത്തിൽ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് UDF സർക്കാർ പിന്നോട്ട് പോകുന്നത് കാണുന്നത്. എന്തായാലും ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ ആ തരത്തിൽ ഇത് മറ്റാളുകളെയാണ് ഇത്തരത്തിൽ ഒരു മറ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആഭ്യന്തരമന്ത്രി അടക്കം പറയുമ്പോഴും അവിടെ നടക്കുന്നത് എല്ലാവരെയും തന്നെ മുൻപ് ആ വലിയ സ്വാതന്ത്ര്യത്തോടെ തുറന്നു കൊടുത്തു എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ വലിയ നിയന്ത്രണങ്ങൾ വരുന്നതാണ് സെക്രട്ടേറിയറ്റിലടക്കം നമ്മൾ കാണുന്നത്. മറ്റു